ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ജയിലിലേക്ക്. പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുൻപും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡി അനിവാര്യമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. പോലീസ് കസ്റ്റഡിയിലുള്ള ജോർജിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാവിലെയാണ് ഒളിവിൽ പോയ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. ജോസി ബാബുവും യു ഷൈജുവും ചേരുന്നു. ആദ്യം ജോസിയിലേക്ക്. ജോസി, രാവിലത്തെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ അവസാനം ജയിലിലേക്ക് തന്നെ പോകണോ അല്ലേ? തന്നെ തീർച്ചയായും ഇപ്പോൾ പി.സി. ജോർജിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പാലാ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം പി.സി. ജോർജ് ജയിലിലേക്ക് പോകും. 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിദ്വേഷ പരാമർശ കേസിൽ ഹൈക്കോടതിയും അതിനു മുമ്പ് സെഷൻസ് കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് അറസ്റ്റിനുള്ള സാധ്യത തെളിഞ്ഞത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് പി.സി. ജോർജ് അറിയിച്ചിരുന്നു. എന്നാൽ പി.സി. ജോർജ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. കോടതി ഇന്ന് രാവിലെ പി.സി. ജോർജിന്റെ കേസ് പരിഗണിച്ചപ്പോൾ മുൻകാല കേസുകളുടെ റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടു പോലീസിനോട്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അക്കാര്യങ്ങളുടെ സമഗ്രമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു. പിന്നീട് അതിന് പിന്നാലെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജാമ്യം കോടതി തള്ളുകയും ചെയ്തു. എന്തായാലും നീതിക്കായുള്ള പോരാട്ടത്തിൽ വിജയം കണ്ടു എന്നാണ് പരാതിക്കാരായ ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. എന്തായാലും 6 മണി വരെ പോലീസ് കസ്റ്റഡിയിലാണ് പി.സി. ജോർജ് ഉള്ളത്. ആ പോലീസ് കസ്റ്റഡി സമയം പൂർത്തിയാക്കിയ ശേഷം പി.സി. ജോർജിനെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഏകദേശം 1.5 മണിക്കൂറോളം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി.സി. ജോർജിനെ ചോദ്യം ചെയ്തു. ഈ ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ചില വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പാലാ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ശ്വാസകോശ സംബന്ധമായ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പി.സി. ജോർജിന്റെ പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന. കൂടാതെ സ്വാഭാവികമായും ജയിലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വൈദ്യപരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം പാലാ ഡിവൈഎസ്പി ഓഫീസിലെത്തിക്കും. അതിനുശേഷം പാലാ സബ് ജയിലിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.